ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഹൈടെക് വേൾഡ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് kaliLinuxൽ എങ്ങനെയാണ് ഒരു വിൻഡോസ് പി സിയിലെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ്. അപ്പോൾ പല കൂട്ടുകാർക്കുള്ള സംശയമാണ്, നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചേഞ്ച് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ് വിൻഡോസിലെ സോഫ്റ്റ്വെയർ ലിനക്സിൽ റൺ ആവുമോ എന്നൊക്കെ ഒരു സംശയം കാണും. ആ ഒരു സംശയത്തിനുള്ള മറുപടിയായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം നമുക്ക് കുറച്ച് സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫയർഫോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ വിൻഡോസ് സോഫ്റ്റ്വെയറിന് വേണ്ടി സെർച്ച് ചെയ്യുകയാണ്. വിൻഡോസ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് എന്നാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. അത് ഞാൻ സ്ക്രോൾ ചെയ്തതിന് ശേഷം ഒരു സൈറ്റ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ആ സൈറ്റ്. ഇപ്പോൾ സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് വിൻഡോസ് സോഫ്റ്റ്വെയറുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനതിൽ മൾട്ടിമീഡിയ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ VLC മീഡിയ പ്ലെയർ 64 ബിറ്റ് 32 ബിറ്റ് എല്ലാം കാണിക്കുന്നുണ്ട്. ഞാനതിൽ KM പ്ലെയർ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. KM പ്ലെയർ ഡൗൺലോഡ് ചെയ്താൽ ഇപ്പോൾ .exe ഫയൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് സേവ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ സേവ് ആവുന്നുണ്ട്, ഇപ്പോൾ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2-3 സോഫ്റ്റ്വെയർ കൂടി ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് നോക്കാം വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓഡിയോ എഡിറ്റിംഗ് ടൂളാണ്. നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഇതും .exe ഫയൽ തന്നെയാണ്. ഞാനിത് സേവ് കൊടുക്കുന്നു. ഇനി മറ്റൊരു സോഫ്റ്റ്വെയറിന് കൂടി ഞാൻ ഒന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇനി ഒരു സോഫ്റ്റ്വെയറും കൂടെ നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നല്ലൊരു മ്യൂസിക് പ്ലെയറാണ്. നമുക്കപ്പോൾ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതും .exe ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്യാൻ പോവുകയാണ്. സേവ് ചെയ്തു. ഇപ്പോൾ 3 സോഫ്റ്റ്വെയറുകളും ഡൗൺലോഡ് ആവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ മാത്രമേ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നത് അറിയാൻ പറ്റുകയുള്ളൂ. അത് നമുക്ക് ടെർമിനൽ കമാൻഡൊക്കെ യൂസ് ചെയ്ത് കുറച്ച് പാക്കേജുകൾ നമ്മൾ ഇൻസ്റ്റാൾ ആക്കാനുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആക്കിയാൽ മാത്രമേ ഈ വിൻഡോസ് ടൂളുകൾ നമ്മുടെ ലിനക്സ് OSൽ റൺ ആവുകയുള്ളൂ. അപ്പം അതിന് ടെർമിനൽ കമാൻഡ്സ് എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് വീഡിയോ മുഴുവനും കാണുക. ഇതേ മെത്തേഡ് ഉപയോഗിച്ച് ഏത് ലിനക്സ് OSലും നമുക്ക് വിൻഡോസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് കുറച്ച് പാക്കേജുകൾ നമ്മൾ ഇൻസ്റ്റാൾ ആക്കണം. അപ്പോൾ അത് നമുക്ക് ഇത് ഡൗൺലോഡ് ആയതിനു ശേഷം നമുക്ക് പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഡൗൺലോഡ് ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മറ്റൊരു മെത്തേഡ് കൂടി യൂസ് ചെയ്ത് മറ്റൊരു രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇനി അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്കതിൽ പരിചയപ്പെടാം. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സോഫ്റ്റ്വെയറുകളിൽ കൂടി നമുക്ക് ഡൗൺലോഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ KM പ്ലെയർ കൂടി ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഡിയോ എഡിറ്റിംഗ് ടൂളും കൂടെ ഡൗൺലോഡ് ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 3 സോഫ്റ്റ്വെയറും ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് ഫയർഫോക്സ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഡൗൺലോഡ്സിൽ ഇപ്പം 3 സോഫ്റ്റ്വെയറുകളും കാണിക്കുന്നുണ്ട്. അതൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം ആ സോഫ്റ്റ്വെയർ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പേരുകൾ. നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാം. പേരുകൾ ഇപ്പോൾ കാണിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ അവിടെ ഈ ഒരു ഓഡിയോ പ്ലെയർ ടൂള് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അപ്പോൾ അത് കാണിക്കുന്നില്ല. നമുക്കിനി അടുത്ത ടൂളും അതുപോലെ തന്നെ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അത് ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്, അതും അവിടെ ഇൻസ്റ്റാൾ ആയിട്ടില്ല. അപ്പോൾ ഇനി KM പ്ലെയർ ആണ്, വീഡിയോ പ്ലെയർ ടൂളാണത്. വീഡിയോ പ്ലെയർ സോഫ്റ്റ്വെയർ നല്ലൊരു മീഡിയ പ്ലെയറാണത്, അതും അവിടെ ഇൻസ്റ്റാൾ ആയിട്ടില്ല. അപ്പോൾ ഇനിയാണ് നമ്മൾ കുറച്ച് പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ആദ്യം ഇതെല്ലാം ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം sudo സ്പേസ് dpkg സ്പേസ് add architecture സ്പേസ് i386 sudo സ്പേസ് dpkg സ്പേസ് add architecture സ്പേസ് i386. അപ്പോൾ ഇത് അക്ഷരം തെറ്റാതെ നമ്മൾ ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യണം. റൂട്ട് പെർമിഷൻ ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ കാളിയുടെ പാസ്വേഡ്, റൂട്ട് പാസ്വേഡ് എൻ്റർ ചെയ്യണം. അപ്പോൾ ആ കമാൻഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇനി അടുത്തത് sudo സ്പേസ് apt സ്പേസ് അപ്ഡേറ്റ്. ഇത് നമ്മുടെ പാക്കേജസ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു കമാൻഡാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്യണം. ഇത് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും. നമ്മുടെ പാക്കേജസ് എല്ലാം അപ്ഡേറ്റ് ആവും. അപ്പോൾ എൻ്റെ പാക്കേജ് എല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ടൈപ്പ് ഇപ്പോൾ ഇത് ക്ലിയർ ചെയ്യുകയാണ്. ടെർമിനൽ ക്ലിയർ ചെയ്തതിന് ശേഷം sudo സ്പേസ് apt സ്പേസ് install സ്പേസ് wine സ്പേസ് wine32 സ്പേസ് wine64 സ്പേസ് wine bind സ്പേസ് wine tricks. ഇതൊക്കെ ഓരോരോ പാക്കേജുകളാണ്. അപ്പോൾ വൈൻ ഇൻസ്റ്റാൾ ചെയ്യണം. wine32 എന്ന് പറഞ്ഞാൽ 32 ബിറ്റ് സോഫ്റ്റ്വെയറുകൾ റൺ ആവാൻ വേണ്ടിയിട്ടാണ്. wine64 എന്ന് പറയുമ്പോൾ 64 ബിറ്റിലുള്ള സോഫ്റ്റ്വെയറുകൾ സപ്പോർട്ട് ആവാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള പാക്കേജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പാക്കേജസുകളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സമയമെടുക്കുന്നത് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിനും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡിനും അനുസരിച്ചായിരിക്കും. അപ്പം ഇത്രയും പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു വിൻഡോസ് സോഫ്റ്റ്വെയറും ഇതിൽ എളുപ്പത്തിൽ റണ്ണാവും. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ റണ്ണാവും. ഞാൻ ഇതിപ്പോൾ നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. ഇതായിപ്പോൾ കാണിക്കുന്നുണ്ട് ആൾറെഡി ഇൻസ്റ്റാൾഡ് എന്നും പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ
അപ്പോൾ ഈ പാക്കേജ് ഇൻസ്റ്റാൾ ആവാൻ നല്ല സമയമെടുക്കും. അപ്പോൾ ഇത് പാക്കേജസ് എല്ലാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത് ക്ലിയർ ചെയ്യുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ചേഞ്ച് ഡയറക്ടറി CD കമാൻഡ് കൊടുത്തതിന് ശേഷം ഡൗൺലോഡ്സ് ഫോൾഡറിൽ കയറാം. CD സ്പേസ് ഡൗൺലോഡ്സ്. അപ്പോൾ ഡൗൺലോഡ്സിലാണ് നമ്മുടെ ഫയർഫോക്സിൽ ഡൗൺലോഡ് ചെയ്ത വിൻഡോസ് സോഫ്റ്റ്വെയറുകളുള്ളത്. അപ്പോൾ ആ ഡയറക്ടറിയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ അതിൽ LS കമാൻഡ് കൊടുത്ത് ലിസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത 3 സോഫ്റ്റ്വെയറുകളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് വൈൻ സ്പേസ് KM പ്ലെയറാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. KM പ്ലെയറിൻ്റെത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അക്ഷരങ്ങളൊന്നും തെറ്റാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പേര് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ കമാൻഡ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ KM പ്ലെയർ ഇൻസ്റ്റലേഷൻ ആവുന്നുണ്ട്. നമ്മൾ സാധാരണ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ചോദിക്കുന്നത് പോലെ തന്നെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അത് ഓക്കെ കൊടുക്കുകയാണ്. സാധാരണ വിൻഡോസിൽ വരുന്ന അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇതും അക്സെപ്റ്റ് കൊടുത്തു. ഇനി നെക്സ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ വിൻഡോസിൽ അതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇൻസ്റ്റാൾ കൊടുക്കുകയാണ്. അതായിപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇപ്പോൾ സാധാരണ വിൻഡോസിലെ പോലെ തന്നെ ഇപ്പോൾ ലോഗോ എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കിനി റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ തനിയെ വന്നിട്ടുണ്ട്, ഓപ്പണായി വന്നിട്ടുണ്ട്. വിൻഡോസിൽ വരും പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അപ്ഡേറ്റ് ചോദിച്ചു, ഞാൻ അത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ KM പ്ലെയർ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ വിൻഡോസിൽ കാണിക്കുന്നത് പോലെ തന്നെയാണ് ഇതിലും കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ കാണിക്കുന്നുണ്ട്, നേരത്തെ കാണിച്ചിരുന്നില്ല. ഇപ്പോൾ KM പ്ലെയർ അവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ Ctrl+C കൊടുത്തതിന് ശേഷം നമുക്കിനി അടുത്തുള്ള 2 സോഫ്റ്റ്വെയറുകൾ കൂടി ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം, റണ്ണാവുന്നുണ്ടോ ഇല്ലയോ എന്ന്. നേരത്തെ പോലെ തന്നെ വൈൻ സ്പേസ് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര് അവിടെ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് റൺ ചെയ്യാം. കമാൻഡ് റൺ ചെയ്യാം. ഇപ്പോൾ റണ്ണാവുന്നുണ്ട്. വിൻഡോസിലെ പോലെ തന്നെ കാണിക്കുന്നുണ്ട്. അതപ്പോൾ രാജ്യം ഏത് വേണമെന്നാണ് ചോദിച്ചത്, ഏത് ഭാഷ വേണമെന്നാണ്, ലാംഗ്വേജ് ഏത് ഭാഷ വേണമെന്നാണ്. ഞാനിപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യാം. ഇന്ത്യ ഇപ്പോൾ ഹിന്ദിയാണെന്ന് തോന്നുന്നു. ഹിന്ദി ലാംഗ്വേജ് ഇതിൽ സപ്പോർട്ടല്ല. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരിക്കൽ കൂടി നമുക്ക് ആ കമാൻഡ് റൺ ചെയ്യാം. നമുക്ക് ഇംഗ്ലീഷാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സപ്പോർട്ടല്ല, ലാംഗ്വേജ് സപ്പോർട്ട് ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ വീണ്ടും ആ കമാൻഡ് റൺ ചെയ്തു. അപ്പോൾ വീണ്ടും US ഇംഗ്ലീഷാണ് വന്നിട്ടുള്ളത്. ഓക്കെ കൊടുത്തു. ഇപ്പോൾ എല്ലാം കാണിക്കുന്നുണ്ട്. വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ I agree കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ പോർട്ടബിൾ വെർഷൻ വേണോ നോർമൽ വെർഷൻ വേണോ? ഞാൻ നോർമലാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് കൊടുത്തു. വിൻഡോസിലെ പോലെ തന്നെയാണ്. നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അപ്പോൾ വിൻഡോസിലെ പോലെ തന്നെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിപ്പോൾ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ വോളിയം കൂട്ടുന്നു, കുറയ്ക്കുന്നു. അപ്പോൾ ഇത് ഒരു മ്യൂസിക് പ്ലെയറാണ്. അപ്പോൾ ആ മ്യൂസിക് പ്ലെയറും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇവിടെയും അതിൻ്റെ ലോഗോ കാണിക്കുന്നുണ്ട്. ഷോർട്ട് കട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ Ctrl+C കൊടുത്തതിന് ശേഷം അടുത്ത സോഫ്റ്റ്വെയറും കൂടി നമുക്ക് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അടുത്ത സോഫ്റ്റ്വെയർ ഒരു ഓഡിയോ എഡിറ്റിംഗ് ടൂളാണ്, ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മളിത് ടെർമിനൽ ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും ls കമാൻഡ് കൊടുത്തു. അത് കഴിഞ്ഞ് വൈൻ കമാൻഡ് കൊടുത്തു. വൈൻ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സ്പേസ് ഇട്ടതിന് ശേഷം ആ പേര് അവിടെ നിന്നും കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പേര് തെറ്റാതെ നമ്മൾ ഇതിൽ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ തെറ്റാണെങ്കിൽ ഈ ഒരു കമാൻഡ് വർക്ക് ചെയ്യില്ല. അപ്പോൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിട്ടുണ്ട്, വീണ്ടും ഇൻസ്റ്റാൾ ആവാൻ വന്നിട്ടുണ്ട്. ഓക്കെ കൊടുത്തു, അത് ഇൻസ്റ്റാൾ ആവുന്നു. വിൻഡോസിലെ പോലെ തന്നെ സോഫ്റ്റ്വെയർ ലിനക്സിലും വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. വിൻഡോസിലെ സോഫ്റ്റ്വെയർ ലിനക്സിൽ സപ്പോർട്ടാകും. ഇങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുന്നുണ്ടോ, ഇനി വർക്ക് ആവുന്നുണ്ടോ എന്ന് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഓപ്പണായി വരുന്നുണ്ട്. ആ സോഫ്റ്റ്വെയർ വിൻഡോസിലെ പോലെ തന്നെ വരുന്നുണ്ട്, ഒരു മാറ്റമില്ല. വിൻഡോസിലെ പോലെ തന്നെ വർക്ക് ആവുന്നുണ്ട്, ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. സോഫ്റ്റ്വെയർ നന്നായി തന്നെ വർക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ എല്ലാ വിൻഡോയും വരുന്നുണ്ട്. വിൻഡോസ് സോഫ്റ്റ്വെയർ ലിനക്സിലും സപ്പോർട്ടാവും. ഇപ്പോൾ സോഫ്റ്റ്വെയറിലുള്ള എല്ലാ വിൻഡോകളും ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്കിനി സെർച്ചിലും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ അവിടെയും കാണിക്കുന്നുണ്ട്, ആ സോഫ്റ്റ്വെയർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം. Keep watching, keep updating. Thanks for watching. Please subscribe this channel.